ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ രമ്യയുടെ അവതാരം കൊണ്ടാ ഈ വീടിനകത്ത് താമസിക്കാൻ പറ്റുന്നത്. അതിനെ കരയിപ്പിച്ച് ഓടിച്ചു വിട്ടു. എന്താ പറഞ്ഞേ? രമ്യയുടെ അവതാരം കൊണ്ടാ? മനസ്സിലായില്ല. സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി വർമ്മ ഇവിടെ ഉള്ളപ്പോ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുവോടാ? അവരുടെ നാവിന്ന് എന്താ വരുന്നെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇവരവരെ കൊട്ടാരത്തിലേക്കോ കൽക്കട്ടിലേക്കോ തിരിച്ചു പോകുന്നില്ലേ? പോകുന്ന മട്ടൊന്നും കാണുന്നില്ല. ഒടുക്കം പിടിക്കാനായിട്ടൊന്ന് പോയാ മതിയായിരുന്നു. വരുന്നുണ്ട് കൊട്ടിപ്പാടി സേവക്കാര്. കൊട്ടിപ്പാടി സേവക്കാരോ? അതെന്തോന്ന്? എടാ, അമ്പലങ്ങളിലെ സോപാനത്തിങ്കിൽ നിന്നേ ഇടയ്ക്ക് അടിച്ച് പാടുന്നവരില്ലേ, അവരെയാണ് കൊട്ടിപ്പാടി സേവകരെന്ന് പറയുന്നത്. അവര് ദേവനെ പുകഴ്ത്തുന്നത് പോലെ ഇവര് പ്രതാപനെയും ആ സരസ്വതിയും പുകഴ്ത്തി ജീവിക്കുന്നവരാ. ഏട്ടൻ ഓഫീസിലേക്ക് പോയോ ചേച്ചി? ആ, ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. അവൻ പോയതായിട്ട് കണ്ടില്ല. എന്താ ശേഖര? അല്ല, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് ഏട്ടൻ കൂടി വേണം. ഋതിക രാജുവിനെയും ഇങ്ങോട്ട് വിളിക്കുന്നതിനെ കുറിച്ച് പറയാനാ ചേച്ചി. അല്ല, അവരെ എന്തിനാ വിളിക്കുന്നേ? അവർക്കവിടെ പരമസുഖമല്ലേ? ഞാനന്ന് ഓഫീസിലേക്ക് പോവാ. എന്താ ശേര, എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം ആലോചിക്കാനുണ്ടായിരുന്നു. ആ പറഞ്ഞു ശേര. ഏട്ടാ, കല്യാണം കഴിഞ്ഞു പോയ ചെറുക്കനെയും പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ആലോചിച്ച് ചെയ്താ പോലെ ശേര. അമ്മയോട് ചോദിച്ചിട്ടേ? ചോദിച്ചില്ല, ഏട്ടനോട് ആലോചിച്ചിട്ട് ആവാന്ന് കരുതി. ചേച്ചി എന്ത് പറയുന്നു? ആ, എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ ഇവിടെ പലരുടെയും മുഖം ചുളിയരുത്. ചേച്ചി അഭിപ്രായം പറഞ്ഞ ഇവിടെ ആരും എതിർപ്പൊന്നും പറയില്ല. ചേച്ചി പറയും. പ്രതാപ, ഈ ആചാരങ്ങളൊക്കെ നടപ്പാക്കേണ്ടത് എല്ലാ ആചാരങ്ങളും അതുപോലെ നടക്കുമ്പോഴാ. ഇവിടെ ഋതികയുടെ കല്യാണം നടന്നത് ആചാരപ്രകാരാണോ? കൃത്യസമയമായപ്പോ കല്യാണ മണ്ഡപത്തിലേക്ക് ചെറുക്കന് ഓടി വന്നു. താലി കെട്ടി പെണ്ണുമായിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? അപ്പോ ആചാരപ്രകാരമാണോ ഈ കല്യാണം നടന്നത്? എന്താ, ഞാൻ ചോദിക്കുന്നത് ശരിയല്ലേ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മനുഷ്യരുണ്ടാക്കുന്നതല്ലേ? അതെ, മനുഷ്യരുണ്ടാക്കുന്നത് തന്നെയാ. അത് തന്നെയാ ഞാനും പറയുന്നേ. അതുകൊണ്ട് ചടങ്ങെന്ന നിലയിൽ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. എന്ന് അത് മതി ശേര. അവർക്ക് സമയവും സൗകര്യമുള്ളപ്പോ അവര് വരട്ടെ. ശരി. അവൾ അവിടെ കിടന്ന് കുറേ ദിവസം നരകിക്കട്ടെ. മതിയാവുമ്പോ നിർത്തി ഇങ്ങോട്ട് പോന്നോളും. വന്നിരിക്കേ. ഇരിക്കും മേഡം. ഇരിക്കേ.
കഴിക്ക് മോളെ. ആഹാ. അച്ഛ ഇരിക്കെ, ഞാൻ എടുത്തു തരാം. വേണ്ട വേണ്ട, എനിക്കെടുത്ത് തരൊന്നും വേണ്ട. ദൈവം സഹായിച്ച എനിക്ക് കൈയൊക്കെ ഉണ്ട്. ഓ, അതെന്താ ഞാൻ എടുത്തു തന്നാ കഴിക്കുവോ? ചതിക്കല്ലേ ചേച്ചി അമ്മേ, വേണ്ടാഞ്ഞിട്ടാ. അയ്യോ, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കഴിക്ക്. എന്റെ ശ്രീമോള് ഉള്ളൊരുക്കി ഇറങ്ങി പോയിരിക്കുന്നെ. കൊച്ചു വല്ല കടുങ്ങുകയും ചെയ്യുമെന്ന എന്റെ പേടി. കടും കൈ കാണിക്കാൻ അവളെന്താ ഇല്ലാ പിള്ളയാണോ? കണ്ട കരണക്കുറ്റിക്ക് നോക്കി രണ്ട് കൊടുക്കാൻ തോന്നുന്ന സന്തതി. അളിയനും ചേച്ചിയും കഴിച്ചോളി എന്റെ അമ്മേ. അവര് ആക്രാന്തക്കാരല്ലേ, രാവിലെ എന്നെ വെട്ടുവിഴിഞ്ഞ്. വെട്ടി വിഴുങ്ങ ഞങ്ങളെന്താ മുതല കുഞ്ഞുങ്ങളോ? ദേ അമ്മേ, അനാവശ്യം പറയരുത്. അയ്യോ, ഇവിടെ ആര് ചത്താലും വേണ്ടില്ല, ആഹാരം കഴിപ്പ് മാത്രം മതിയല്ലോ. ഇവിടെ കുട്ടികളെ ആഹാരം കഴിക്കാൻ വന്നിരിക്കുക. നിനക്ക് പിച്ചും പേയും പറയണമെന്നുണ്ടെങ്കിൽ നീ അപ്പുറത്തേക്ക് പോ. അതെ, ഞാൻ എന്റെ മനോവിഷമം പറയുന്നതാ. കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോ. ഞാനെവിടെ പാൻ? ഇതേ ഞാൻ വാടകയ്ക്ക് എടുത്ത വീടാ. എന്താ എനിക്കിവിടെ താമസിച്ചൂടെ? ഓ, വാടക വീട്. ആ രമ്യയുടെ ഔദാര്യം കൊണ്ടാ ഈ വീടിനകത്ത് താമസിക്കാൻ പറ്റുന്നത്. അതിനെ കരയിപ്പിച്ച് ഓടിച്ചു വിട്ടു. എന്താ എന്താ പറഞ്ഞേ? രമ്യയുടെ ഔദാര്യം കൊണ്ടാ? മനസ്സിലായില്ല. മാസാമാസം 1-ാം തീയതി വാടകയായിട്ട് കൊടുക്കുന്നത് എന്താ? കാശല്ലേ? ഈ നാട്ടിലാരും വാടകയ്ക്ക് താമസിക്കണല്ലേ? അതെ, സഹിക്കാൻ പറ്റാത്ത മര്യാദകളല്ലേ ആ രമ്യയോടോ അവരുടെ വീട്ടുകാരോടോ നമ്മൾ ചെയ്തത്. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരില് എന്റെ മോളുടെ ഭാവി എന്താവുന്നോ എന്റെ പേടി. മിണ്ടിപ്പോരുത്. ഇത് പല പ്രാവശ്യം ഇവിടെ പറയണു. ഇത് ഇവിടെ കൊണ്ട് നിർത്തിയാക്കണം. അകലെ